ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട് പ്രിയമുള്ളവരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓർമ്മയില്ലാതെ മുറിച്ചു പോയതാണ്. ഇത് നമ്മളെ പാവക്ക, കൈപ്പക്ക, പച്ച നിറം, കൈപ്പക്ക പച്ച നിറം. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇതുകൊണ്ട് നമ്മളൊന്നൊരു കിടിലൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് ഉച്ചക്കുള്ള ഭക്ഷണത്തിന്റെ പരിപാടിയാണ്. അപ്പൊ എല്ലാ ചങ്കളും സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് എന്നിലും കൂടുതലായിട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാം. എന്നിരുന്നാലും നമ്മളെ രീതിയിലൊരു കൈപ്പക്ക ഉപ്പേരി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കൈപ്പക്ക നല്ല ഇത്ര നീട്ടുണ്ടായിരുന്നു, അതെടുത്തു. മുറിച്ചപ്പോഴാണ് തോന്നിയത് ഒന്ന് നമുക്ക് വീഡിയോ എടുക്കാലോ, നമ്മളെ പ്രേക്ഷകരെ നമുക്ക് ഇതൊന്ന് രസിപ്പിക്കാലോ എന്ന് മാത്രം. നിങ്ങൾക്ക് അറിയായല്ല, ഒന്ന് രസിപ്പിക്കാലോ എന്ന് മാത്രം. അപ്പൊ നല്ല കൈപ്പക്കയാണ്. ഇതിന്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞ് വളരെ ഭംഗിയായി കഴുകിയതിന്റെ ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മെഴുക്ക് വരട്ടിയോ ഉപ്പേരിയോ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നിരുന്നാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും നമ്മൾ വെറുപ്പിക്കുക നിങ്ങൾ എപ്പോഴും വിചാരിച്ചത് കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മളെ തള്ളി പറഞ്ഞവരുണ്ട്, കുത്തി പറഞ്ഞവരുണ്ട്, കുത്തുന്നവരുണ്ട്. ബാഡ് കമന്റ് ചെയ്താൽ ഞാൻ എന്താ പറയുക, അവിടെ ബ്ലോക്കിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഇതൊന്ന് വെട്ടി ക്ലിയർ ആക്കി എടുക്കുന്നു. പിന്നെ വെട്ടി ക്ലിയർ ആക്കി എടുത്തതിന്റെ ശേഷം നമ്മൾ ഇതൊന്ന് വറവിടുന്നത് കാര്യങ്ങൾ, തൂമിക്കുന്ന കാര്യങ്ങളൊക്കെ കുറേശ്ശെ അങ്ങനെ ഉൾപ്പെടുത്താം. അതിന്റെ ഇടയിൽ ഞാൻ ശേഷം കഞ്ഞിയും കൂടിയും വെച്ച് നമുക്ക് ഉച്ചക്ക് ഒരു ഓംപ്ലേറ്റ് ഒക്കെ അടിച്ചിട്ട് പപ്പടമൊക്കെ താളിച്ച് റെഡി ആയിട്ട് ഒന്ന് ഊണ് കഴിക്കാം. എങ്ങനെയുണ്ട് നമ്മളെ ഐഡിയ? അപ്പൊ ഇന്നത്തെ നമ്മളെ ഉച്ചക്കത്തുള്ള വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ പ്രിയമുള്ള ചങ്കളെ, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. മാർക്കല്ലേ, പാവല്ലേ കേട്ടോ. പാവം പ്രവാസികൾ ഭയങ്കര തണുപ്പാണ്, കിട്ടുകിട്ടേ തണുപ്പ്. ഉള്ളിലൊക്കെ ഇന്നറ് മറ്റേ സാധനം ഇതൊക്കെ ഇട്ടിങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മേലെ ഒരു കോട്ടുണ്ട്, ഞാൻ കോട്ടണ്ട് ഊരി വെച്ചതാണ്. അപ്പൊ എന്തായാലും ഈ മണലിൽ കാറ്റൊക്കെ അടിച്ച് പൊടിയൊക്കെ നാറ്റം പിടിച്ചിട്ട് മാറ്റി വെച്ചതാണ്. അപ്പൊ പ്രിയമുള്ള ചങ്കളെ, ഞാൻ ഇന്ന് ടൗണിലാണ്, നമ്മളെ റൂമിലാണ്. മരുഭൂമിയൊക്കെ വിട്ടുകൊണ്ട് പോകുന്നത്. നാളെ വീണ്ടും അങ്ങോട്ട് പോവും, അത് വേറെ കാര്യം. ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ സ്കിപ്പ് ചെയ്യാതെ കാണുക പ്രിയമുള്ളവരെ. ഒരു എന്താണ് നമ്മളെ പാവക്ക വെട്ടിയെടുക്കട്ടെ. ഇതാണ് ഇന്നത്തെ വെറൈറ്റി സാധനം. അപ്പൊ ഇതിങ്ങനെ ചെറുതായി വെട്ടണം. ചെറുതായി വെട്ടിയെടുത്തിട്ട് നല്ലോണം ചെറുതായാലേ രസമുള്ളൂ. അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എടുത്തിട്ട് തിന്നത് നല്ല ഇരുമ്പ് സത്തുള്ള സാധനമാണ് കൈപ്പക്ക. കൈപ്പക്ക നല്ലതാണ്. നമ്മൾ പച്ചക്ക കടിച്ച് തിന്ന് ഷുഗർ എന്തൊക്കെ കുറയും. അപ്പൊ ഇത് നല്ല ഇരുമ്പസത്തിന്റെ സാധനമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ വൈദ്യരൊന്നല്ലല്ലോ, എന്തിരുന്നാലും നമുക്ക് അറിയണതല്ലേ കുറേച്ചൊക്കെ. അപ്പൊ എന്തായാലും ഇത് ഭയങ്കര സംഭവം കേട്ടോ. ഈ സാധനം നമുക്ക് എന്താ, പിന്നെ ഇതിന് നമുക്ക് ഇതിന്റെ ഉപ്പേരി ചോറും തിന്നാന് പിന്നെ കറിയൊന്നും ആവശ്യമില്ല. നല്ല ഉപ്പിട്ട് വെച്ചാൽ മതി, കുറച്ച് പച്ചമുളക് ഇടണമെന്നുള്ളൂ. അപ്പൊ നല്ല രസമാണത്. പിന്നെ ചെറുതാക്കി വെട്ടിയിട്ട് പിന്നെ നല്ല ചെറുതാക്കി വെട്ടിയിട്ട് ഉപ്പിട്ട് വെച്ചാൽ മതി. കുറച്ച് വാങ്ങി മഞ്ഞപ്പൊടി ഇടുക, പച്ചമുളകും കടുക് വറുക്കുക. നല്ല ടേസ്റ്റാ. ചോറ് ഇരുന്നാല് പിന്നെ നമുക്ക് ചാറ് വേണമെന്നൊന്നുമില്ല, അങ്ങനെ സിത്താന്തൊന്നുമില്ല. നമുക്ക് ഇത് മാത്രം ഉണ്ടായാലും മതി. കഞ്ഞി പിടിക്കാന് പപ്പടം വെച്ചുന്ന അതിങ്ങനെ അങ്ങനെ എന്തും വേണമെന്നില്ല. പക്ഷെ എല്ലാം ഉണ്ട് ഇവിടെ, പപ്പടമൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഇന്നത്തെ ഉച്ച ഊണിന്റെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കാണ്. പിന്നെ ഈ പാവക്കണ്ടല്ലോ, ഇത് ഒരു നേരം തീരൂല കേട്ടോ. ഇത്ര വലുതാണ്, ഇത്ര നീട്ടുള്ള പാവക്കേനോ. കൈപ്പക്ക പച്ച നിറം. അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നന്ദി. കാണുന്നവരും കാണാത്തവരോടും തള്ളിക്കളയുന്നവരോടും എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ആരോടും വൈദ്യകല്ല. നിങ്ങളിന്റെ വീഡിയോ കണ്ടു ഒരു കമന്റ് ഇട്ടാ ഓരോ വീഡിയോ 3 കാണാതെ ഒഴിവാലല്ലേ. സത്യമായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തോളി. കാണുന്നോലല്ല പറയണേ, കമന്റ് ഇട്ടോലല്ലേ നമുക്ക് അറിയുള്ളൂ ഇന്ന ആളാണെന്ന്. അല്ലാതെ കാണുന്ന ആൾക്കാരെ ഇതിൽ അറിയില്ല. അപ്പൊ അതുകൊണ്ട് കമന്റ് ഒക്കെ നിങ്ങൾ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാ. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അപ്പിടി ഇപ്പിടി എന്നൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ നീങ്ങൂട്ടോ.
അപ്പൊ പ്രിയമുള്ള ചങ്കളോട് പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ വെട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കണം. ഒരു പ്ലേറ്റ് അങ്ങനെ ഉണ്ട് കേട്ടോ, കൈപ്പക്കയാണ്, പച്ച നിറാണ്. അപ്പൊ നോക്കിക്കോളി, സംഭവം നോക്കിക്കോളി കേട്ടോ. അപ്പോ പ്രിയമുള്ളവരെ, ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, വേറെ പാത്രമില്ലായിട്ടല്ല. അപ്പോ ഇതിലാണ് ഇപ്പോ എളുപ്പം. അപ്പൊ ഞാനൊന്ന് തീ കൊടുക്കുന്നത്, തീ കത്തി, ചട്ടി വെക്കുന്നു. ചട്ടി ഒന്ന് ശകലം ചൂടായതിൻ്റെ ശേഷം നമ്മൾ ശകലം ഓയിൽ വയ്ക്കുന്നു. ഓയിൽ വെച്ച് അപ്പൊ എണ്ണ ചൂടായതിന് ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കടുകൂടെ ഉണ്ട്, കുറച്ച് കടുകിടാം, കടുകിടാം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ബെറ്റൽ മുളക് ഇടാം. കടുക് പൊട്ടുമ്പോ നമ്മൾ എന്ത് ചെയ്യാം, ബെറ്റൽ മുളക്, പച്ചമുളക്, കരിവേപ്പിന്റെ ഇല ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നുമില്ല. അപ്പൊ ഇതിലേക്ക് ലേശം വെള്ളം ഒഴിക്കണം ഞാൻ. അപ്പൊ ഈ വെള്ളം ഒഴിക്കുന്നത് എന്തിനാ വെച്ചാല് ഉപ്പ് സെറ്റാക്കാൻ, അത് തീ പിടിച്ചും ചെയ്തു. എന്താ ഇങ്ങനെ? അപ്പൊ അതിലേക്ക് നമ്മളെ കൈപ്പക്ക ഇടാൻ പോകണം കേട്ടോ. നമ്മളെ കേക്ക് വെച്ച കൈപ്പക്ക ഇടാൻ പോവാണ്. തല അപ്പൊ ഇതുപോലെ ഒരു കിടിലൻ കറിയൊക്കെ നിങ്ങൾക്ക് നമ്മളിൽ കൂടുതൽ ഉണ്ടാക്കാൻ അറിയാമെന്ന് നമുക്കറിയാട്ടോ. നമ്മളൊരു ജാക്ക്ഫ്രൂട്ട് പരിപാടിയാണ്. കുറഞ്ഞ വെള്ളത്തിൽ, വെള്ളമല്ല, ഉപ്പ് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വെള്ളമില്ലാതെ അത് വേവൂലല്ലോ. അപ്പൊ പച്ച നിറം കൈപ്പക്ക, കൈപ്പക്ക നല്ല പച്ച നിറം. കൈപ്പക്ക പച്ച നിറം. അപ്പൊ നമ്മളെ പരിപാടികൾ ഇങ്ങനെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജന്തു എന്ന് പറയുന്നില്ല. അപ്പൊ നമ്മളെ ചോറ് ഇതിലാണ് വെക്കണം കേട്ടോ. ഉച്ചക്കുള്ള ഭക്ഷണം ഇതിലാണ് തയ്യാറാക്കുന്നത്. വെള്ളം ഒഴിക്കട്ടെ. മംഗളത്തില് ചോറ് വെച്ചാൽ നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞേക്കാം, അതാണ് നമുക്കറിയുള്ളൂ. അപ്പോ അതിലിട്ടിട്ടുണ്ട്. തീ കൊടുത്താൽ വെള്ളം അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ തീ ഇല്ലെങ്കിലും സാറില്ല, അതെല്ലോണം ഉണ്ടാക്കണം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. നമ്മളെ കൈപ്പക്ക ഉപ്പേരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചാണ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവനെ നമ്മള് വേറെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പ്രിയമുള്ള ചങ്കളെ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ അടിക്കുക. അപ്പൊ നമ്മളെ ഉപ്പേരി ഇങ്ങനെ പുക അടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പുക അല്ലേ ആയിട്ടില്ല, ഇനും ചില നിമിഷങ്ങളിൽ റെഡിയാകും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അടിച്ച് പൊളിച്ച് പോച്ച് നിൽക്കുന്നുണ്ട്. ഒക്കെ റെഡിയാവും, എല്ലാം റെഡിയാവും.